ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബീഫ് മന്തി ആട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. കൂടെ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പുതിനയില, മല്ലിയില, ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി, ഒരു പകുതി ക്യാപ്സിക്കം, 2 മാഗി ക്യൂബ്സും, ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. 2 ഉണക്കനാരങ്ങയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ടാട്ടോ 2 ചേർത്ത് കൊടുത്ത്. ഇനി ഒരു 7-8 വിസിൽ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കുക്ക് ചെയ്ത ബീഫ് മാത്രം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചധികം വെള്ളത്തിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, ഉണക്കനാരങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി 10 മിനിറ്റ് കുതിർത്ത് വെച്ച് ബസ്മതി റൈസ് ചേർത്ത് ഒരു 80% കുക്ക് ചെയ്ത് കോരി മാറ്റുക. എന്നിട്ട് ഒരു പാനിൽ റൈസ് ഇട്ട് കൊടുക്കുക. അതിന്റെ മേലയിൽ ബീഫിന്റെ മസാല ഇട്ട് കൊടുക്കുക. വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. ഏറ്റവും മേളിൽ ഫ്രൈ ചെയ്ത ബീഫും അതിന്റെ ഓയിൽ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമുളകും കൂടി വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ദം ചെയ്താൽ ബീഫ് മന്തി റെഡി ആയി കിട്ടും കേട്ടോ. മേളത്തെ ബീഫ് മാറ്റി റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്